ഇടുക്കി കട്ടപ്പനയിൽ മാലിന്യക്കുഴി വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളികൾ മരിച്ചത് വിഷവാതകം ശ്വസിച്ചാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രാസപരിശോധനയിൽ മാത്രമേ ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. സംഭവത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മുനിസിപ്പൽ സെക്രട്ടറി എന്നിവരോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജെയിൻ എസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, ഈ മരണം സംഭവിച്ചത് ഈ ഒരു വിഷവാതകം ശ്വസിച്ചാണ് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിന്റെ കൂടുതൽ അന്വേഷണങ്ങൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്, ജെയിൻ? തീർച്ചയായിട്ടും ഒരു പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലെ വിലയിരുത്തലാണ് വിഷവാതകമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിശദമായിട്ടുള്ള പരിശോധന ഇക്കാര്യത്തിൽ ആവശ്യമാണ്. കാരണം ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം അടക്കം ലഭിച്ചാൽ മാത്രമേ എന്ത് തരത്തിലുള്ള വിഷവാതകമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരൂ. എന്തായാലും ഒരു മാസത്തോളമായി ആ തൊഴിലാളികൾ ജോലി ചെയ്തതിന് സമീപത്തുണ്ടായിരുന്ന ഹോട്ടൽ അത് പ്രവർത്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മാസമായി അടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ മൂടിയ അവസ്ഥയിലായിരുന്നു ഈ മാലിന്യക്കുഴി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിഷവാതകം രൂപപ്പെടാനുള്ള ഒരു സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനും കഴിയില്ല. അത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസും ജില്ലാ ഭരണകൂടവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഈ മാലിന്യക്കുഴിയിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് എന്ത് തരത്തിലുള്ള രാസമാലിന്യം അല്ലെങ്കിൽ രാസവസ്തുവാണ് ഇതിന് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്കായി ലാബിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും അടക്കം അന്വേഷണം പൂർത്തിയായി കഴിയുമ്പോൾ തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി ജയ്.